പിന്നെ വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലേക്ക് എന്നെ വിളിച്ചതിനാദ്യം തന്നെ. രണ്ടാമത് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള പണി എന്ന് പറഞ്ഞ എൻ്റെ ജോലി എന്ന് പറഞ്ഞ പുസ്തകം അവതരിപ്പിക്കുക എന്നുള്ളതാണ്. പുസ്തകം ഓടിച്ചിട്ടൊന്ന് വായിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. വായിച്ചു തീർക്കാൻ സാധിച്ചില്ല. പക്ഷെ ഉള്ളത് പറയണമല്ലോ, ഇത് റിയലി റിച്ച് വിത്ത് സോ മച്ച് ഇൻഫർമേഷൻ. ശ്രീ ബിജു പ്രഭാകർ ഇരുന്ന് അനവധി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് നമ്മൾ പൊതുജനം അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് ഓർത്തെടുത്ത് വെച്ചല്ലോ എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ഒരു നെറേറ്റീവായിട്ട് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്യാനും സാധിച്ചു എന്നുള്ളതാണ്. ദാറ്റ്സ് റിയലി ഫിനോമിനൽ. ഈ ഒരു പുസ്തകം ഒരു പക്ഷേ ഇതിൽ കൂടുതൽ നല്ലൊരു വേദി, നല്ലൊരു ആപ്റ്റായിട്ടുള്ള പ്രകാശനം നടക്കുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഞാൻ ഹോം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്തിരുന്ന രണ്ട് ഉദ്യോഗസ്ഥരാണ് ഇവിടെ നമ്മുടെ ഒപ്പം ഉള്ളത്, ഹേമേന്ദ്രൻ സാറും അനന്തകൃഷ്ണൻ സാറും. നമുക്ക് എന്തും കണ്ണടച്ച് ധൈര്യമായിട്ട് ഇവരെ വിശ്വസിച്ച് ഏൽപ്പിക്കാമെന്ന് അന്ന് ഡിപ്പാർട്ട്മെന്റിനകത്ത് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്വൈസ് കിട്ടാൻ സാധ്യതയുള്ള ഈ ഹോം ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയുള്ള ദേ ആർ ദ പീപ്പിൾ. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ദേ ആർ ബീങ് യൂട്ടിലൈസ്ഡ്. ദാറ്റ്സ് അനദർ ക്വസ്റ്റ്യൻ. ഇന്ന് ഈ ഒരു പുസ്തകം ഇറങ്ങുമ്പോൾ ഇതിനകത്തുള്ള ഓരോ ചാപ്റ്റർ എടുത്ത് നോക്കുമ്പോഴും ഇതിൽ വെട്ടിത്തുറന്ന് അല്ലെങ്കിൽ തുറന്നു പറയുന്ന പല സത്യങ്ങളും കാണാം. എന്തിനാണ് ഒരു ബ്യൂറോക്രാറ്റ് ഇതൊക്കെ എഴുതുന്നത്, അല്ലെങ്കിൽ നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ പലവിധ ഡിസ്കഷൻസും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഫണ്ടമെന്റൽ ഒരു പ്രിമൈസ് അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി നീഡ് ട്രാൻസ്പെറൻസി എന്നുള്ളതാണ്. നമ്മൾ എന്തുകൊണ്ട് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ പറയുമ്പോൾ എന്തുകൊണ്ട് അപ്പൊ പറഞ്ഞില്ല, അപ്പൊ പറഞ്ഞാൽ എന്തുകൊണ്ട് ഇപ്പൊ പറയുന്നു, ഇത് ഒരു ലോജിക്ക് വേണ്ടേ? സംസാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതിന് മൈ പെറ്റ് തീം. ആർട്ടിക്കിൾ 19(1)A പ്രകാരം നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ള സംസാര സ്വാതന്ത്ര്യം ഒരു സിവിൽ സർവന്റ് ആയതുകൊണ്ടോ ഒരു ഗവൺമെന്റ് സർവന്റ് ആയതുകൊണ്ടോ നഷ്ടപ്പെടുന്നില്ല. ആകെ ഉള്ളത് അത് യൂണിഫോം ജോബിലുള്ള ഉദ്യോഗസ്ഥർക്ക് തീർച്ചയായിട്ടും അറിയാം. ആർട്ടിക്കിൾ 33 പ്രകാരം ഭരണഘടനയിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് അഡീഷണൽ ആയിട്ടുണ്ട്. അത് യൂണിഫോം ജോബിലാണ്, പട്ടാളത്തിലും പോലീസിലും ഒക്കെ ഉള്ളതാണ്. അല്ലാതെ നമ്മളെ ദേശസുരക്ഷയായിട്ടോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധമോ ഇതൊന്നും ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ തലത്തിലും തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങളല്ല. യഥാർത്ഥത്തിൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു മേഖല ഒഴിച്ച് പ്രിവെന്റീവ് ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് ഉണ്ടല്ലോ, അത് പോലീസിന്റെ കീഴിലുണ്ട്, എക്സൈസിന്റെ കീഴിലുണ്ട്. അവിടെ വരുന്ന ഒരു ഇൻഫർമേഷൻ ഒഴിച്ച് ഒരു സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു കാര്യവും ആരും അറിയേണ്ടതായിട്ട് അല്ലെങ്കിൽ അറിയാൻ പാടില്ലതായിട്ട് ഒന്നുമില്ല. ഇറ്റ് ക്യാൻ ബി ലൈവ്. എല്ലാ മീറ്റിങ്ങുകളും സ്ട്രീം ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാ ഫയലുകളും തുറന്നു വയ്ക്കാവുന്നതാണ്. എന്താണ് ഇതിനകത്ത് രഹസ്യം? പക്ഷെ നമ്മളെല്ലാം മൂടി വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെയാണ് ഇതുപോലുള്ള പുസ്തകങ്ങളുടെ റെലവൻസ്. സിസ്റ്റമായിട്ട് കംപ്ലീറ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതുമ്പോൾ അതിനകത്തും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വിവരാവകാശം എന്ന ടൂൾ ഉപയോഗിച്ച് ഇൻഫർമേഷൻ പുറത്തെടുക്കാൻ ഉള്ള ഒരു ശ്രമം. ഹൗ പീപ്പിൾ ക്യാൻ ഡു ദാറ്റ്. ജനങ്ങളുടെ കയ്യിലേക്ക് ഇൻഫർമേഷൻ കിട്ടാതെ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാൻ അവർക്ക് സാധിക്കില്ല. തെരഞ്ഞെടുപ്പായാലും ശരി, ഏത് തീരുമാനം എടുക്കുന്നതാണെങ്കിലും ശരി, യു നീഡ് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ തടഞ്ഞു വെച്ചിട്ട് ജനങ്ങൾ മണ്ടന്മാരാണ്, കഴുതകളാണ് എന്നൊക്കെ പറയുന്നതിൽ പരം വിവരക്കേട് വരാറുണ്ട്. യു ഗിവ് ദം ഇൻഫർമേഷൻ. ഇവിടെ ഈ ഒരു പുസ്തകത്തിലൂടെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നടക്കുന്ന പല തോന്നിയാസങ്ങളെന്ന് തന്നെ പറയാം. ഞാനും കണ്ടിട്ടുള്ള കുറെ ഡിപ്പാർട്ട്മെന്റിലുള്ള പല കഥകളുമുണ്ട്. ചില നല്ല കാര്യങ്ങളുമുണ്ട്, വളരെ പോസിറ്റീവായിട്ട് ചെയ്യാൻ സാധിച്ച ഒരു ഇൻസിഡന്റ് ഇതിനകത്ത് കാരുണ്യ ലോട്ടറി തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കിന്ന് ഓർമ്മയുണ്ട്. അന്ന് ആന്ധ്രയിലെ നമ്മുടെ അദ്ദേഹത്തിന് പേര് വിട്ടുപോയി, നമ്മുടെ ബാബു അഹമ്മദ് സാർ എൻ്റെ സ്കൂൾ സീനിയറും കൂടാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് ആരോഗ്യശ്രീ ട്രസ്റ്റ്. അത് അവിടെ തുടങ്ങിയ കഥയും രസമാണ്, അത് മറ്റൊരു അവസരത്തിൽ പറയേണ്ടതാണ്. പക്ഷെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഒരു ചർച്ചയൊക്കെ നടത്തി. അന്ന് ഞാനും അവിടെ സൈഡിൽ ഇരിപ്പുണ്ടായിരുന്നു, ഇഫ് യു റിമെമ്പർ. ആൻഡ് ഹൗ ഇറ്റ് ട്രാൻസ്ഫോംഡ് കേരള. ഇവിടെ എത്ര പേർക്ക് അത് ഉപകാരം ഉണ്ടായി എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരു എഫേർട്ട് എടുത്തൊരു ഉദ്യോഗസ്ഥൻ കൂടെയാണ്. ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് നമ്മുടെ ഒപ്പം ഇരിക്കുന്നത്. അപ്പം കുറ്റം പറയാനും ഇടിച്ചു താഴ്ത്താനും ഒക്കെ ഇഷ്ടം പോലെ ആൾക്കാരുള്ള ഒരു സമൂഹമാണ് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്. നമുക്കറിയാം, ഈ ഞണ്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്താൽ അതിൻ്റെ മേലെ മൂടി വെക്കേണ്ട കാര്യമില്ല എന്ന് പറയാറുണ്ട്.
കപ്പലിൽ കയറ്റി വിട്ടാൽ മതി, ഇവിടുന്ന് കയറ്റി വിടുന്ന ഞണ്ടെല്ലാം സുരക്ഷിതമായിട്ട് യൂറോപ്പിലെത്തും. കാരണം ഒരു ഞണ്ടെങ്കിലും പുറത്തിറങ്ങാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റേ ഞണ്ട് താഴെ വലിച്ചിടുമെന്നാണ്. അപ്പോൾ അതിൻ്റെ മേലെ കവർ ഇടേണ്ട കാര്യമില്ല, എണ്ണം കറക്റ്റ് അവിടെ എത്തും എന്ന് പറയാറുണ്ട് മലയാളി ഞണ്ടുകളെ കുറിച്ച്. അപ്പോൾ അതുപോലെയാണെന്ന് പറയാറുണ്ട്. ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കോൺട്രിബ്യൂഷൻ നടത്താൻ ശ്രമിക്കുമ്പോൾ, സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ നടത്താൻ ശ്രമിക്കുമ്പോൾ, നീ ആരാടാ ഇതൊക്കെ ചെയ്യാൻ, ഇതിനിവിടെ ആൾക്കാരുണ്ട് എന്നൊരു നെറേറ്റീവ് കൂടെ ഉണ്ട്. ഐ തിങ്ക് വി നീഡ് ടു ഹാവ് അണ്ടർസ്റ്റാൻഡ് ദിസ് വെരി ക്ലിയർലി. നമ്മൾ കുത്തകയൊന്നും ആർക്കും കൊടുത്തിട്ടില്ല, രാഷ്ട്രീയക്കാർക്ക് മാത്രമായിട്ടൊരു കുത്തകയൊന്നും കൊടുത്തിട്ടില്ല. സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം, അഴിമതി പുറത്ത് കൊണ്ടുവരാനുള്ള അവകാശം, ഇതൊന്നും കുറച്ചു പേർക്ക് മാത്രമായിട്ട് പതിച്ചു കൊടുത്തിട്ടുള്ളതൊന്നുമല്ല. സത്യം പറയാനും സംസാരിക്കാനും അവനവൻ്റെ ഒപ്പീനിയൻ പറയാനുമുള്ള അവകാശം എല്ലാ പൗരന്മാർക്കും ഉണ്ട്. അത് ചിലർ കുറച്ച് അധികം വിനിയോഗിക്കണം എന്നേ എനിക്ക് പറയാനുള്ളൂ, കുറച്ചധികം വിനിയോഗിക്കണം. ഒരു ഉദ്യോഗസ്ഥൻ ആരും ആയിക്കോട്ടെ, നമ്മൾ IAS ആരൊന്നുമല്ല, എനിബഡി ഇൻ ദ ലൈൻ, അവർക്ക് സംസാരിക്കാനും പുറത്ത് ഇൻഫർമേഷൻ വെക്കാനുമുള്ള ഫ്രീഡം ഉണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാറും, ജനങ്ങൾ തിരിച്ചറിവ് വരും. നമ്മൾ പല കാര്യങ്ങളും ഇപ്പം ഇത്ര കോടിയുടെ വികസനം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം വികസനം എന്നാണ്. വികസനം പൈസയുടെ എണ്ണവും വികസനമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന്, ഒരു ബന്ധവുമില്ല. പൈസ ഒരു കണക്കാണ്, ആ കണക്ക് അത്രയും കൺസംഷൻ നടന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഞാനിപ്പോൾ ഒരു എന്താ 5 കോടിക്ക് ഒരു കിണർ കുഴിച്ചു എന്ന് പറഞ്ഞാൽ 5 കോടിയുടെ വികസനമാവുമോ? കിണർ കുഴിക്കാൻ 5 കോടി വേണ്ടെന്ന് എനിക്കറിയാമല്ലോ. പക്ഷെ 5 കോടിയുടെ കിണർ കുഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു ആക്സെപ്റ്റ് ഇറ്റ്? ജനങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ശ്രീ ബിജു പ്രഭാകറിന്റെ പുസ്തകത്തിനകത്ത് പലതും ആ ഒരു ആസ്പെക്ട് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. കണക്കിലെ കളികളാണ്. ജസ്റ്റ് ഒരു ഫിഗർ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കരുത്. ഒരു വെറുതെ വേറൊരു സിമ്പിൾ ഇത് പറയാം. നമ്മൾ PWDയിൽ വർക്ക് കോൺട്രാക്ട് ചെയ്യുമ്പം, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ തിരുത്തണേ, കാരണം PWD ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള വകുപ്പല്ല. നമ്മളിപ്പോൾ 2-5 കോടിയുടെ വർക്ക് അവാർഡ് ചെയ്യുകയാണെങ്കിൽ സൂപ്പർവിഷന് വേണ്ടി ഗ്രാജുവേറ്റ് ലെവലിലുള്ള 2 എഞ്ചിനീയേഴ്സ് വേണം, അങ്ങനെ എന്ത് വേണം. അതിൽ കൂടുതൽ തുകയുടെ ആണെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാരെ ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപയുടെ വർക്ക് ടെൻഡർ ഔട്ട് ചെയ്തിട്ടുള്ള കേരളത്തിൽ എഞ്ചിനീയർമാർ സത്യത്തിൽ കിട്ടില്ല. എത്ര സിവിൽ എഞ്ചിനീയേഴ്സ് വേണം, എത്ര ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് വേണം, അവരുടെ ഷോർട്ടേജ് ഉണ്ടാവില്ലേ ഇവിടെ? യഥാർത്ഥത്തിൽ ഇവരെ ജോലിയില്ലാതെ നാടുവിടുകയും ചെയ്യാണ്. അപ്പോൾ വാട്ട് ഈസ് ഗോയിങ് റോങ്? ആക്ച്വലി ഇവരെ എല്ലാവരും കടലാസിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ, യഥാർത്ഥത്തിൽ ഡിപ്ലോയ് ചെയ്യുന്നില്ല, സൂപ്പർവിഷൻ നടക്കുന്നില്ല. സൂപ്പർവിഷൻ ഉണ്ടെങ്കിലല്ലേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ കടലാസിൽ മാത്രം നടക്കുന്ന ഒന്ന് ഈ അമൗണ്ട് ഓൾസോ, ഈ അമൗണ്ടും അവിടെ തന്നെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കും. വേരിയസ് വേസ് ഓഫ് വെരിഫൈങ്. ഇങ്ങനെ 2 പേരെ അപ്പോയിന്റ് ചെയ്യണം എന്നുള്ളതോ അല്ല, ഇതൊന്നും ജനങ്ങൾ അറിയുന്നില്ല. ഇൻഫർമേഷൻ മാക്സിമം പബ്ലിക് ഡൊമൈനിലേക്ക് ഇട്ടുകൊടുക്കാൻ, അത് ആ ഇൻഫർമേഷൻ ഭയപ്പെടാതെ ഇരിക്കാനൊക്കെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വരേണ്ടതായിട്ടുണ്ട്. അതിനൊരു വലിയ തുടക്കമായിരിക്കും ഈ പുസ്തകം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മാത്രമല്ല ഭാവിയിൽ ഒരുപക്ഷെ ഇത്ര എന്താ പറയുക, എല്ലാവരും ചോദിക്കുന്നുണ്ട് നേരത്തെ എഴുതിക്കൂടായിരുന്നു എന്നൊക്കെ. ഇറ്റ് ഈസ് ഹിസ് ചോയ്സ്. പക്ഷേ ഞാൻ പറയാം, നേരത്തെ എഴുതാം, ആർക്കും എഴുതാം. പക്ഷേ ഇറ്റ് ഈസ് ഹിസ്, ഓരോരുത്തർക്കും പേഴ്സണൽ ചോയ്സ് ആണ്. നേരത്തെ എഴുതണം തോന്നുന്നവർക്ക് നേരത്തെ എഴുതാം, ലൈവായിട്ട് എഴുതിക്കൊണ്ടിരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. ആ ഒരു കൾച്ചറിലോട്ട് പോട്ടെ എന്നേ ഞാൻ പറയുള്ളൂ. ഇൻഫർമേഷൻ ഷുഡ് ഫ്ലോ, ഭയപ്പെടാതെ. ആൾക്കാർ എന്തിന് ഇൻഫർമേഷനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. ഇത്രയും വിവരം നമുക്ക് പുറത്ത് കിട്ടുമ്പം ഇത് മാധ്യമങ്ങൾക്കും ഒക്കെ കുറേ ലീഡ്സ് ആണ്. ഇത് എത്ര സ്റ്റോറികൾക്കുള്ള, എത്ര ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിനുള്ള കണ്ടന്റ് ആണ് ഇതിനകത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ പല വിജിലൻസ് കേസുകൾക്കുള്ള വകുപ്പുമുണ്ട്. ഇത് കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് ആ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുകയാണെങ്കിൽ. പക്ഷേ ഈ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഒരു ഗുഡ് ആൻഡ് ബാഡ് ഓർ എല്ലാം ഗ്രേ ആണ്. ഈ അഴിമതി ഇല്ലാത്തൊരു ലോകമോ അങ്ങനെ എല്ലാം തികഞ്ഞൊരു ലോകമൊന്നും ഉണ്ടാവുന്നൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. പക്ഷെ നേച്ചർ ഓഫ് അഴിമതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേച്ചർ ഓഫ് അഴിമതി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം കേരളത്തിലും നമ്മൾ ഒരുപക്ഷെ കാണുന്ന കൈൻഡ് ഓഫ് അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷൻ അല്ലെങ്കിൽ മാർജിൻ ബേസ്ഡ് അഴിമതിയാണ്. നമുക്കത് മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ടും കൂടിയാണ് നമുക്ക് ഒരു റോഡ് പണി നടക്കുമ്പോൾ അതിനകത്തുനിന്ന് കമ്മീഷൻ അല്ലെങ്കിൽ ഈ കട്ട് പെർസെൻറ്റേജ്, എന്ത് വർക്ക് നടക്കുമ്പോഴും ഒരു പെർസെൻറ്റേജ് എടുത്തു പോവുകയാണ്. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിലും കുറച്ചുകൂടെ, മറ്റ് സംസ്ഥാനങ്ങൾക്ക് എക്സ്പോഷർ ഉള്ളവർക്ക് അറിയാം, അവിടെ ഒരു വർക്ക് പ്ലാൻ ചെയ്യുമ്പോൾ അതിനകത്തൊരു വാല്യൂ ക്രിയേഷൻ ആണ് അവർ നോക്കുന്നത്. ഒരു റോഡ് പണിയുമ്പോൾ റോഡ് കോൺട്രാക്ടറെ കയ്യിൽ നിന്ന് പിഴിയുന്നതിന് പകരം അവരൊരു പക്ഷേ റോഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് അതിൻ്റെ ചുറ്റുമുള്ള വർക്കും മറ്റുമൊക്കെ നോക്കും. അവിടെ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ വർദ്ധിക്കുന്നത് നോക്കും.
അതിൽ നിന്നൊരു കട്ടാണ് എടുക്കുന്നത്. വിച്ച് മീൻസ് വാല്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒരു പ്രോഫിറ്റിന്റെ ഷെയർ ആണ്. അത് ഇറ്റ്സ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് എ കറപ്ഷൻ. നല്ല കറപ്ഷൻ ചീത്ത കറപ്ഷൻ ഉണ്ടോ എന്നുള്ളതല്ല, പക്ഷെ ദാറ്റ് ഈസ് ഒരു കൈൻഡ് ഓഫ് ഇൻസൈഡർ ട്രേഡിംഗ് പോലത്തെ ഒരു കളിയാണ്. അത് എയർപോർട്ട് വരുമ്പോഴും ഒക്കെ അതിന്റെ ചുറ്റുമുള്ള ഭൂമി എടുക്കുക, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കുറ്റം പറയാമെങ്കിലും നമ്മൾ ആ വർക്കിന്റെ ക്വാളിറ്റി അത് ബാധിക്കുന്നില്ല എന്ന് ദയവ് ഇത് മനസ്സിലാക്കണം. അവരുടെ ആ ഒരു ഇൻസൈഡ് ഇൻഫർമേഷൻ കൊണ്ട് ദേ ആർ മേക്കിംഗ് മണി ഔട്ട് ഓഫ് ഇറ്റ്. നല്ലതോ ചീത്തയോ അതവിടെ നിൽക്കട്ടെ, പക്ഷെ നിലവിൽ ഒരു വർക്ക് നടക്കുമ്പോൾ അതിനകത്തുനിന്ന് പിഴിഞ്ഞെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുന്ന പാലങ്ങളും പൊളിയുന്ന റോഡുകളും ഒക്കെയാണ് നമുക്ക് കിട്ടുക. മലയാളി ഡിസേർവ്സ് ബെറ്റർ. ഒരു ഇത്രയും പ്രബുദ്ധതയുണ്ടെന്ന് അവകാശപ്പെടുന്ന നമുക്ക് വി നീഡ് ബെറ്റർ തിങ്സ്. ഇപ്പോൾ ഓരോ സെക്ടറിനകത്തും ഈ പുസ്തകത്തിൽ നോക്കി ഹെൽത്ത് എടുത്താലും എല്ലാത്തിലും വളരെ നഗ്നമായിട്ടുള്ള കുറേ സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഹെൽത്ത് നമ്മൾ ഇത്രയും ആഘോഷിക്കുന്ന ഹെൽത്ത് ശരിക്കും ആലോചിച്ച് നോക്കൂ. ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇസ് ഓൾമോസ്റ്റ് 70% ആണ്. 70% എൻ്റെ കയ്യിൽ നിന്ന് ചിലവാക്കിയിട്ടാണ്, അതായത് നമ്മളെല്ലാവരും നമ്മുടെ പോക്കറ്റിൽ നിന്ന് പൈസ ചിലവാക്കിയിട്ട് നമ്മുടെ തന്നെ ആരോഗ്യം സംരക്ഷിച്ച് നിൽക്കുകയാണ്. നിങ്ങളങ്ങനെ സംരക്ഷിച്ച് ഇമ്പ്രൂവ് ചെയ്ത് നിൽക്കുമ്പം സർക്കാരും ഞങ്ങളെ പോലുള്ള ഉദ്യോഗസ്ഥരും ഫ്രണ്ട് കയറി വന്ന് നിന്നിട്ട് പറയും ഞങ്ങൾ നിങ്ങളുടെ ആരോഗ്യം അടിപൊളിയാക്കി തന്നു, എങ്ങനെ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം വരുന്ന ഒരു ജീവിയെ പോലെയാണ്. ആൻഡ് പീപ്പിൾ ആർ ഓക്കെ വിത്ത് ഇറ്റ്. കാരണം നിങ്ങൾ തിരിച്ചറിയുന്നില്ല ദാറ്റ് 70% എക്സ്പെൻഡിച്ചർ നിങ്ങളുടെയാണ് നടക്കുന്നതെന്ന്. ജസ്റ്റ് 30%. പോട്ടെ, വിശ്വാസ്യത, ഒരു ആശുപത്രിയുടെ വിശ്വാസ്യത അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കാത്ത ഒരു കാര്യം എന്താണ്? സ്വന്തം കുട്ടിയുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലാണ്. ഒരു ജനനം, ഒരു ഡെലിവറി നടക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല സൗകര്യം കൊടുക്കാൻ ശ്രമിക്കും. കേരളത്തിൽ 70% ഡെലിവറിയും എല്ലാം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയാണ് ഇവിടെ. അതിൽ 70% ഡെലിവറിയും പ്രൈവറ്റ് ആശുപത്രികളിലാണ്. വാട്ട് ഡസ് ദാറ്റ് ഷോ? ആകെ 30% പേർക്ക്, ആ ശേഷിയില്ലാത്ത പാവങ്ങൾ മാത്രമാണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നത്. 70% ഇറ്റ് ഷോസ്. അതൊരു വലിയ ഇൻഡിക്കേറ്ററാണ് പൊതുജനം എങ്ങനെയാണ്, എത്രത്തോളം വിശ്വാസ്യത കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൗ മച്ച് ദി ട്രസ്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഇതുപോലത്തെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ വിലക്കയറ്റത്തിന്റെ കാര്യം എടുത്ത് നോക്കൂ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നോക്കിയാൽ ഇവിടെ വളരെയധികം വില വർദ്ധിച്ചിരിക്കുകയാണ്. നാഷണൽ ലെവലിൽ വി ആർ ദ ടോപ്പ്. അതേസമയം ഇൻഫ്ലേഷൻ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ കുറഞ്ഞു വരികയാണ്. ലൈക്ക് 2% അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ 10 അവിടെ നിൽക്കുന്നത്. അപ്പോൾ സീരിയസ്ലി ദർ ഈസ് സംതിങ് റോങ്. അപ്പോൾ ഓവർ ഹെഡ്സ് എത്രമാത്രം വർദ്ധിച്ചു എന്ന് നോക്കും. നമ്മൾ നികുതി വർദ്ധിക്കുന്നതൊക്കെ മലയാളി പൊതുവെ എന്താ പറയുക, സർക്കാരിൻ്റെ ബഡ്ജറ്റൊക്കെ നോക്കിയിട്ട് സർക്കാരിൻ്റെ കമ്മി ബഡ്ജറ്റാണോ, അവിടെ ഡെഫിസിറ്റ് ഉണ്ടോ, ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഹൗ ദാറ്റ് ഇമ്പാക്ട്സ് സിറ്റിസൺ എന്നുള്ളതും കൂടെ ചിന്തിക്കണ്ടേ? കൂടുതൽ കരം പിരിച്ചാൽ മതി പ്രശ്നം തീരുമോ? പൈസ ഇല്ലാന്ന് വെച്ച് കൂടുതൽ നികുതി കൂട്ടി പോകാൻ പറ്റുമോ? ഇത് ആക്ച്വലി ഈ പുസ്തകത്തിൽ നിന്ന് മനസ്സിലാവേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൗരന്റെ പുറത്തോട്ട് ഭാരം മാറ്റി വെച്ചിട്ട് സർക്കാർ അടിപൊളിയായിട്ട് നടത്തുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതാണ്. അതായത് സർക്കാർ എന്ന് പറഞ്ഞ ആരാണ്? വന്നു പോകുന്ന എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, പക്ഷെ അതിൻ്റെ അകത്ത് ഭൂരിഭാഗം സമയം ഇത്തിൽ കണ്ണിയായിട്ടിരിക്കുന്ന ഞങ്ങളെ പോലെയുള്ള ബ്യൂറോക്രാറ്റുകളുണ്ട്, താഴെ മുതൽ മുകളിൽ വരെ. ഞങ്ങളെ തീറ്റിപ്പോറ്റാനാണ് പ്രധാനമായിട്ടും ഇത് നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം നിങ്ങൾ ചുറ്റും നോക്കിയാൽ KCBയും KSRTCയും പോലുള്ള അനേകം പൊതുമേഖലാ സ്ഥാപനങ്ങൾ കാണാം. എന്താണ് ജനങ്ങൾക്ക് കിട്ടുന്നത്, ഹൗ മച്ച് യു ആർ സ്പെൻഡിങ് ദെയർ എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാലൻസും ഇല്ല, ഒരു കയ്യും കണക്കും ഇല്ല. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇലക്ട്രിസിറ്റി ബില്ലുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മളിവിടെ കൂടുന്നത് എന്തുകൊണ്ട്? നമുക്ക് എന്തുകൊണ്ട് ക്വാളിറ്റി കിട്ടുന്നില്ല? എന്തുകൊണ്ട് ഇത്രയും സ്പെൻഡിങ് കപ്പാസിറ്റി? നമ്മളിപ്പോൾ ഒരു വന്ദേ ഭാരതിൽ ടിക്കറ്റ് എടുത്ത് പോകാനൊന്നും മടിക്കാത്ത ഒരു സമൂഹമാണ് കേരളം. കാരണം വി ആർ വില്ലിങ്, നമുക്ക് ക്വാളിറ്റി കിട്ടുകയാണെങ്കിൽ നമ്മളതിന് തയ്യാറാണ്. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ സിറ്റികളിൽ ഒരു എയർ കണ്ടീഷൻ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നില്ല? നമ്മൾ പലരും മെട്രോയിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്തുള്ള കൺവീനിയൻസ് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എയർ കണ്ടീഷൻ ബസ് തുടങ്ങാൻ വേണ്ടി കളക്ടറായിരിക്കുമ്പോൾ ഞാൻ പരമാവധി ട്രൈ ചെയ്തു. അപ്പോൾ പറഞ്ഞു പെർമിറ്റ് കൊടുക്കില്ല ഒന്ന്. എന്തുകൊണ്ട്? KSRTC തകർന്നു പോകും. KSRTC എങ്ങനെയായി തകരുന്നത്? അവിടെ അത് പാവപ്പെട്ടവർക്ക് വേണം, മറ്റേത് മറിച്ചെന്നൊക്കെ. ഒരു ലോജിക്ക് വേണ്ടേ? ലോജിക്ക് ഇല്ല. എന്തുകൊണ്ട് പബ്ലിക് ഡിസ്കോഴ്സിൽ ഇതൊന്നും വരുന്നില്ല? പബ്ലിക് ഷുഡ് ഓൾസോ നോ. ഒരു എയർ കണ്ടീഷൻ ബസ് ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബസ്സോ സ്കൂട്ടറോ ഒക്കെ എടുത്ത് പോകുന്ന കുറേ പേര് അതിനകത്തോട്ടേക്ക് മാറും. നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ട്രാഫിക് കുറയും, പൊല്യൂഷൻ കുറയും, നമ്മുടെ ഇവിടുത്തെ സൗകര്യങ്ങൾ കൂടും, നമുക്ക് പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസ് കുറയും. അത് കൊടുക്കാതെ നമ്മൾ മനഃപൂർവ്വം അത് ജനങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമ്മൾ ആരാണെന്നുള്ളതാണ്. ഐ തിങ്ക് what author says in this is actually this. നമുക്ക് ചോയ്സ് കൊടുക്കണം, ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങളും ചോയ്സും കൊടുക്കണം എന്നുള്ളതാണ്. ഈ പുസ്തകം വായിച്ചിട്ട് ജനങ്ങളെല്ലാവരും ഒറ്റയടിക്ക് ബോധവാന്മാരാവുന്നോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ വായിക്കുമ്പോൾ ചിലർ ധരിക്കും
ജനങ്ങൾ മണ്ടന്മാരാണെന്നുള്ളൊരു ധ്വനിയോടെ നമുക്കെല്ലാം അറിയാം. അങ്ങനെയല്ല. ഇത് ഒരു സിസ്റ്റത്തിനകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് അറിയും, ഫോർ ഗുഡ് ഓർ ബാഡ്. ഈ ഒരു കേരള സമൂഹത്തിലുള്ള പൊതുവായുള്ള ഡിസ്കോഴ്സ് കണ്ടാൽ അറിയാം, ആ സബ്ജക്റ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ആ വിഷയത്തെ പറ്റിയോ ധാരണയുള്ളവരെക്കാട്ടിലും ഒരു ഐഡിയ ഇല്ലാത്തവരിരുന്നിട്ടാണ് ആധികാരികമായിട്ട് സംസാരിക്കുക. കണ്ട നീ അങ്ങ് മാറി നിൽക്കി, കേട്ട ഞാൻ പറയാം എന്ന ഒരു സ്റ്റൈല്. കേട്ട ഞാൻ മാത്രമല്ല, ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലാത്ത ഞാൻ സംസാരിക്കാം എന്നുള്ളതാണ്. ഒരു ഇൻസൈഡർ വിത്ത് സബ്ജക്ട് എക്സ്പെർട്ടീസ് ഷുഡ് സ്പീക്ക്. അവരെ സംസാരിക്കാൻ അനുവദിക്കണം. ആധുനിക ലോകത്ത് മറ്റെല്ലാ രാജ്യങ്ങളിലും ഉള്ള സിവിൽ സർവീസുകൾ അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ജപ്പാനിലൊക്കെ സിവിൽ സർവൻസ് പുറത്തിറങ്ങും, സംസാരിക്കും, രാഷ്ട്രീയത്തിൽ നിൽക്കും, തെരഞ്ഞെടുക്കപ്പെടും, ചിലപ്പോൾ രാജിവെച്ച് തിരിച്ച് സിവിൽ സർവീസിൽ വരും. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. സിവിൽ സർവീസുകാർ ഇലക്ഷൻ നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഫ്ലെക്സിബിലിറ്റി, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്, ഇൻഫർമേഷൻ ഫ്ലോ, ഇതൊക്കെയാണ് ഒരു സിവിൽ സൊസൈറ്റിയെ കൂടുതൽ പവർഫുൾ ആക്കുന്നത്. വിവരം കൊടുക്കാതിരുന്നാൽ, ഇൻഫർമേഷൻ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ നെറേറ്റീവുകൾ സൃഷ്ടിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ചുറ്റും നമുക്ക് നെറേറ്റീവുകൾ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ഒരു സത്യവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത നെറേറ്റീവുകൾ. നമുക്കിവിടെ കറണ്ട് കട്ടില്ലെന്നാണ് ഇന്നും എൻ്റെ വീട്ടിൽ വന്ന ബില്ലിൽ പറയുന്നത്. ദാറ്റ് ഈസ് എ നെറേറ്റീവ്. പക്ഷെ എനിക്കറിയാം ഇന്ന് അവിടെ കറണ്ട് ഇല്ല എന്ന്. പക്ഷെ 100 തവണ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കും, ആ ശരിയാണ്, ഇവിടെ കട്ടൊന്നുമില്ല, അത് വേറെ എന്തോ ആണ്. ആ ഒരു എന്താ പറയാ, സ്ഥലകാല വിഭ്രാന്തിയിലോട്ട് ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ നമ്മൾ ചുറ്റുമുള്ള എല്ലാവരും 10 തവണ ഒരേ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്, ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. നമുക്ക് സംസാര സ്വാതന്ത്ര്യം, ഇൻഫർമേഷൻ ഫ്ലോ, ഐ കീപ് ഇൻസിസ്റ്റിംഗ് ഓൺ ദാറ്റ്. ഈ പുസ്തകത്തിനകത്തുള്ള കണ്ടന്റും സ്പെസിഫിക്കും അതിലോട്ട് പോകുന്നതിനെക്കാട്ടിലും ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഇത് കുറെ പേർക്ക് മോട്ടിവേഷൻ ആവട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുക. ഇതൊരു ഒരു ഡയഗ്നോസ്റ്റിക് ബുക്ക് കൂടിയാണ്. ഇപ്പോൾ സന്ദർഭവശാൽ ഇപ്പോൾ പറഞ്ഞു മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞ എൻ്റെ ഒരു അടുത്ത പുസ്തകം വരുന്നുണ്ടെന്ന്. അത് ഈ 2-ാം തീയതി ലോഞ്ചാണ്. അതും ഈ ഒരു അവസരത്തിൽ അതിൻ്റെയും കൂടെ മാർക്കറ്റിംഗ് ഒന്ന് കയറ്റാം. അതിൽ ശരിക്കും പറഞ്ഞാൽ അടുത്ത 5-10 വർഷത്തിനുള്ളിൽ കേരളത്തിന് സാധ്യമാവുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല, ജസ്റ്റ് പോളിസി ട്വീക്കിംഗ് കൊണ്ട് മാത്രം. നമ്മൾ പോളിസി, ഇപ്പൊ നേരത്തെ ബസ്സിന്റെ കാര്യം പറഞ്ഞ പോലെ, അതിനൊന്നും പ്രത്യേകിച്ച് ഒന്നും വേണ്ട. പ്രൈവറ്റ് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തോളും, അവർ ചെയ്തോളും. പ്രൈവറ്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ ചെയ്യാൻ അനുവദിക്കുക, ശത്രുവായിട്ട് കാണാതെ നിൽക്കുക. ലാൻഡ് മോണിറ്റൈസേഷൻ പോലുള്ള പോളിസികളും മറ്റൊക്കെ ഉണ്ട്. കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് ഉള്ള ഭൂമിയാണ് സർക്കാർ വലിയ ഭൂമി മുതലാളിയാണ്. പക്ഷെ കണ്ണായ ലൊക്കേഷനിലൊക്കെ ഒരു ചെറിയ ലുലു മോളിന്റെ തൊട്ടടുത്തുണ്ട് ഒരു ഒറ്റ ചായ്പ് വെച്ചിട്ട് പച്ചക്കറി കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. വേറെ ഏതെങ്കിലും ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളി ചെയ്യുമോ? നമ്മളിത് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഡൽഹിയിലൊക്കെ ലാൻഡ് മോണിറ്റൈസേഷൻ പോളിസി വന്നതിന് ശേഷം ഈസ്റ്റ് കിഡ്വായ് നഗർ എന്നൊക്കെ പറഞ്ഞ് പരമദയനീയമായ സ്ഥലമായിരുന്നു. അവിടെയൊക്കെയുള്ള പഴഞ്ചൻ സർക്കാർ കെട്ടിടങ്ങളും മറ്റേ എന്താ പറയുക ക്വാർട്ടേഴ്സുകളൊക്കെ പുതുക്കി പണിത് ഇന്നിപ്പോൾ അത് പഞ്ചനക്ഷത്ര കെട്ടിടങ്ങൾ പോലെ എല്ലാം PPP മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് സ്ട്രക്ചർ ചെയ്യാൻ അറിയണം. PPP മോഡൽസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മോഡൽസ് പുതിയ കാലത്തുള്ള എത്രയോ സാധനങ്ങൾ വന്നു കഴിഞ്ഞു. നമ്മൾ ഇന്നും 60കളിലെയും 70കളിലെയും EPC ടെൻഡറിങ് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. വേറെ ഈ കിഫ്ബിയുടെ ആക്ടിനകത്ത് പോലും പറഞ്ഞിരിക്കുന്നതാണ് ശരിക്കും റവന്യൂ സ്ട്രീംസ് കണ്ടെത്തി PPP മോഡൽസ് ഒരെണ്ണം പോലും ചെയ്തിട്ടില്ല. 91 ലിബറലൈസേഷൻ വന്നു, ഡീറെഗുലേഷൻ എല്ലാം എടുത്തു കളയാനാണ് പറയുന്നത്. നമുക്ക് ലൈസൻസ് രാജ് വേണ്ട എന്നാണ് പറഞ്ഞത്. ലോകം മുഴുവനും ഇന്ത്യ മുഴുവനും എല്ലായിടത്തും നടക്കുകയാണ്. സോ വി ഹാവ് എ ഗ്രോത്ത് സ്റ്റോറി. പക്ഷേ ഇന്ത്യ മുഴുവനും ഈ ഒരു വശത്തോട്ട് മാർച്ച് പാസ്റ്റ് നടത്തുമ്പം മറ്റേ സിനിമയിൽ ശ്രീനിവാസൻ ചെയ്യുന്ന മാതിരി നമ്മൾ മാത്രം ഇങ്ങോട്ട് മാർച്ച് പാസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഒരു ആക്ടെങ്കിലും നമ്മൾ എടുത്തു കളഞ്ഞോ? ഒരു റൂളെങ്കിലും നമ്മൾ ഒഴിവാക്കിയോ? ഒരു റെഗുലേഷൻ എങ്കിലും വേണ്ട എന്ന് തീരുമാനിച്ചോ? ഒരെണ്ണമെങ്കിലും സെൽഫ് അറ്റസ്റ്റേഷൻ മതി എന്ന് പറഞ്ഞോ? എന്തെങ്കിലും നമ്മൾ ഹാവ് യു ഡൺ എനിത്തിങ് ടു മേക്ക് ലൈഫ് ഈസിയർ എന്നുള്ളത് ശരിക്കും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ഇനിയെങ്കിലും ആ ഡീറെഗുലേഷൻ വേണം എന്നുള്ളതും ഏതൊക്കെ മേഖലകളിൽ പൈസ ചെലവില്ലാതെ ഡീറെഗുലേറ്റ് ചെയ്തിട്ട് ഗ്രോത്ത് നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതുമാണ് ശരിക്കും ഞാൻ എൻ്റെ അടുത്ത പുസ്തകത്തിൽ പറയുന്നത്. ആൻഡ് ഐ ഫൈൻഡ് ഇറ്റ് സോ ഹാപ്പി. കാരണം ഇതുമായിട്ട് വളരെയധികം അലൈൻ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പുസ്തകത്തിലെ ഡയഗ്നോസ്റ്റിക്സ് ഓരോന്നും എടുക്കുമ്പം ഐ ഫൈൻഡ് ഇറ്റ് റിയലി ഇൻട്രസ്റ്റിംഗ്. അപ്പം ഇതിൽ കൂടുതൽ സംസാരിച്ച് സമയം എടുക്കുന്നില്ല. എൻ്റെ പുസ്തകം മാർക്കറ്റ് ചെയ്യാന്നുള്ള എൻ്റെ ലക്ഷ്യം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ഒരു ബുക്ക് തീർച്ചയായിട്ടും എല്ലാവരും വായിക്കേണ്ടതാണ്. ഇതിൽ നിന്ന് ഈ പറഞ്ഞോട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം സർക്കാർ മേഖലയിലുള്ള ഉദ്യോഗസ്ഥർക്ക് കിട്ടണം എന്നുള്ളതും അവർ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു വിസിൽ ബ്ലോവേഴ്സ് ആക്ട് ഉൾപ്പെടെ
വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്റം കേരളത്തിൽ സാധ്യമാണ്. നിരാശയൊന്നും തോന്നേണ്ട കാര്യമൊന്നും ഇല്ല. ഇതിനകത്ത് ഓരോന്നും ഒരു നല്ല മാറ്റത്തിന് വേണ്ടിയുള്ള കുറ്റവും കുറച്ചും ഒക്കെ കാണും. ഇതിനകത്ത് യോജിക്കാൻ പറ്റാത്തതുണ്ടാവും, ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഒക്കെ ശരിയാണ്. പക്ഷേ അതൊന്നുമല്ല നമ്മൾ ഇതിനകത്ത് കാണേണ്ടത്. ഇതിനകത്ത് കാണേണ്ടത് ഒരു അവസരമാണ്. നമുക്ക് ശരിയാക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ സിനിക്കലാവരുത്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നല്ല. കാരണം ഇതിനകത്ത് എത്രയോ കാര്യങ്ങൾ ഇദ്ദേഹം നടത്തിയെടുത്ത കഥകളും ഉണ്ട്. ഈ ഇത്രയും കുഴഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ അതേ ഒരു ശൈലിയുണ്ട്, അതിലൂടെ കാര്യം നടത്തിയിട്ടുണ്ട്. എത്രയോ ഉദ്യോഗസ്ഥർ അങ്ങനെ ചെയ്ത് മുമ്പോട്ട് പതുക്കെ പോകുന്നുണ്ട്. പക്ഷെ കൂടുതൽ പബ്ലിക്കിന് അറിഞ്ഞു കഴിഞ്ഞാൽ, കാര്യങ്ങൾ അവയർനെസ് ഉണ്ടെങ്കിൽ നല്ല വ്യത്യാസം നമുക്കും അകത്ത് പ്രവർത്തിക്കാൻ ഉണ്ടാവും. ഇപ്പൊ വിവരാവകാശ നിയമം വന്നപ്പോൾ സത്യസന്ധരായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥർക്ക് അതൊരു വലിയ സപ്പോർട്ടായി. കാരണം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ RTIയിൽ ചോദ്യം ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിപ്പിക്കാം, അങ്ങനെ പലതും ഉണ്ട്. സോ അഴിമതിക്ക് പ്രേരിപ്പിക്കുന്നവരെ ഒരു തടയിടാനെങ്കിലും സാധിച്ചിട്ടുണ്ട്. റിയൽ ടൈം ട്രാൻസ്പെറൻസി വരികയാണെങ്കിൽ ഇതിലും മെച്ചപ്പെടും. കൂടുതൽ പേര് തുറന്നു പറച്ചിലും മറ്റുമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇതിലും മെച്ചപ്പെടും. സോ എല്ലാ അർത്ഥത്തിലും ഒരു പോസിറ്റീവ് ചേഞ്ചിലേക്കുള്ള ഒരു നല്ല മാറ്റത്തിന്, ഒരു നല്ല ഭാവിയിലേക്ക്, ഈ പഴയ ഭൂതകാലത്ത് നിന്ന് ഒരു നല്ല വെളിച്ചമുള്ള ഒരു ലോകത്തിലേക്കുള്ള ഒരു യാത്രയ്ക്ക് ഈ ഒരു പുസ്തകം കാരണമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി.